നിയമസഭയിൽ ഇന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്ന് പുനരാരംഭിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ഇല്ലാതാകുന്നത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് അത് തുടരട്ടെ എന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തത്. അത് വൈദ്യുതി ഇല്ലാതായാലുള്ള പ്രയാസം ആലോചിച്ചുകൊണ്ടാണ്. അത് തുറന്നു വരുമ്പോഴാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ പറയുന്ന കരാർ റദ്ദാക്കുന്ന നടപടിയെടുത്തത്. അതിനെതിരെ ഗവൺമെന്റ് ആകാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വസ്തുത. ഡോക്ടർ ജയരാജ് അങ്ങ് മുതിർന്ന ആളല്ലേ? സാർ, എന്റെ ചോദ്യം, ഡൊമസ്റ്റിക് സോളാർ പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി അതിൽ കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിലൂടെ നടപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഉപഭോക്താക്കൾക്കും വൈദ്യുതി ബോർഡിന് എന്താണ് ഉണ്ടാകുന്ന പ്രയോജനം എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചോദ്യം മനസ്സിലായി? ഈ ഡൊമസ്റ്റിക് സോളാർ പ്ലാന്റുകളിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി, ആ വൈദ്യുതി സ്വാഭാവികമായി തന്നെ കേന്ദ്രീകൃതമായ സംവിധാനത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം എന്താണെന്നുള്ളതാണ് ചോദ്യം. വീടുകളിലെ വൈദ്യുതിയുടെ എക്സസായിട്ട് വരുന്ന വൈദ്യുതി അത് ഒരു സെൻട്രലൈസ്ഡ് പ്ലാന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വീടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എക്സസ് വൈദ്യുതി ഇപ്പൊ തന്നെ ഗ്രിഡിൽ അത് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോ വൈകുന്നേരം കൂടി സൗകര്യം കിട്ടാവുന്ന രീതിയിൽ ബാറ്ററി സ്റ്റോറേജും പമ്പ്ഡ് സ്റ്റോറേജും വയ്ക്കാനുള്ള ഒരു നടപടിക്രമങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബാറ്ററി സ്റ്റോറേജ് ഇപ്പൊ തന്നെ 250 മെഗാവാട്ടിന്റെ അതിന്റെ സ്റ്റോറേജിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. അത് താങ്കൾ നൽകുന്ന നിർദ്ദേശം പരിശോധിക്കുന്നു. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വളരെ അവ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 4 രൂപ 29 പൈസയ്ക്കാണ് 25 വർഷത്തേക്കുള്ള വൈദ്യുതി കരാറുണ്ടാക്കിയത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 7 വർഷം തുടർച്ചയായിട്ട് അതേ റേറ്റിൽ വൈദ്യുതി വാങ്ങിച്ചു. ഇപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റിയിൽ ആരൊക്കെയാണ്? നേരത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന ശ്രീ M.M. മണി, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, CPM-ന്റെ അവിടുത്തെ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ആൾ, ഇവരൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റിയിൽ. ഇവരിത് റദ്ദാക്കിയിട്ട് സാർ 4 രൂപ 29 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് മേടിക്കാനുള്ള വൈദ്യുതി മാറ്റിയിട്ട് ഇപ്പോൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ 30 പൈസ വരെ ഒരു യൂണിറ്റ് വൈദ്യുതിക്കാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 15-20 കോടി രൂപ വൈദ്യുതി ബോർഡ് നഷ്ടത്തിൽ പോകുന്നു. നേരത്തെ 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന് 45,000 കോടി രൂപയുടെ നഷ്ടമായി വർദ്ധിച്ച് അത് മുഴുവൻ പാവപ്പെട്ടവരുടെ തലയിൽ വൈദ്യുതി ചാർജായിട്ട് കെട്ടിവെച്ച് 7,500 കോടി രൂപ ഈടാക്കുന്നത് ശരിയാണോ സാർ? മിനിസ്റ്റർ അല്ല സർ, താങ്കൾ പറഞ്ഞത് മുഴുവൻ ശരിയല്ല. അത് സാങ്കേതികമായി അവിടെ ടെൻഡറില്ലാതെ വിളിച്ചു പറഞ്ഞിട്ടാണ് അത് റദ്ദ് ചെയ്തത്. അല്ലാതെ സാങ്കേതികമായുള്ള പ്രശ്നം കൊണ്ടാണ്. അതിനെതിരായി അപ്പീൽ പോയി. അപ്പീൽ ഇപ്പോൾ സർക്കാർ തന്നെ അത് നഷ്ടമാണെന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതി വരെ പോയി നിൽക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ? ഞാൻ പറഞ്ഞതിലൊരു വ്യത്യസ്തത അതിലില്ല. യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം വേണ്ടൊരു കാര്യമായിരുന്നു ഇത്. റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം ഇല്ലാതെയാണ് നേരത്തെ 2011-16 കാലത്തെ സർക്കാർ ഈ കാര്യത്തിൽ ഉത്തരവിട്ടത്. ആ ഉത്തരവ് പ്രകാരം വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കരാറിൽ തന്നെ അതിന്റെ മറ്റ് സാങ്കേതിക വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതിന്റെ ഒന്നും ആവശ്യം ഇപ്പം നമ്മൾ തമ്മിലില്ല. അത് കരാറിൽ തന്നെ സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. കാരണം ഈ വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൈദ്യുതി നമുക്ക് ആവശ്യമാണ്. അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ എടുത്തത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷനാണല്ലോ, ആ കമ്മീഷൻ ഇത് റദ്ദ് ചെയ്യുന്ന നിലയെടുത്തു. അത് അംഗീകരിക്കുകയല്ല സർക്കാർ ചെയ്തത്. അതിനെതിരെ നിലപാടെടുത്തു. സർക്കാർ തന്നെ, മന്ത്രിസഭ തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നിയമ പോരാട്ടത്തിലുമാണ്. KP മോഹനൻ.